ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം തഖ്വാബോധം മാത്രമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബാധ്യതകളെക്കാളേറെ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. സ്വന്തം ബാധ്യതകൾ വിസ്മരിച്ചും അവകാശത്തിന് വേണ്ടി ആളുകൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള, അവകാശങ്ങളെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ് എന്ന് നമുക്ക് കാണാം. മറ്റ് ജീവജാലങ്ങൾക്കിടയിൽ അവകാശ സമരങ്ങളില്ല, ബന്ധുക്കളില്ല, ഹർത്താലുകളില്ല. മനുഷ്യൻ മാത്രമാണ് അവകാശ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവർക്ക് മേൽ ആധിപത്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്, കേവല ആസ്വാദനത്തിനും ആനന്ദത്തിനും വേണ്ടി മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിച്ചു കളയുന്നതും മനുഷ്യൻ തന്നെയാണ് എന്ന് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നു. മനുഷ്യനല്ലാത്ത മറ്റൊരു സൃഷ്ടിയും മറ്റ് ജീവികളെ അകാരണമായി ആക്രമിക്കാറില്ല. ഒരുപക്ഷെ വലിയ ജീവി ചെറിയ ജീവിയെ ആക്രമിക്കുന്നത്
അതിന്റെ ഇര എന്ന അർത്ഥത്തിൽ മാത്രമാണ്. തനിക്ക് പ്രകൃതി നിശ്ചയിച്ച ഭക്ഷണം ഈ ജീവിയാകുമോ എന്നതിനാൽ മാത്രമായിരിക്കും വലിയ ജീവി ചെറിയ ജീവിയെ ആക്രമിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. വിശപ്പ് മാറിയാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ ഭക്ഷണമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ പോലും ഒരിക്കലും ആ ജീവി മറ്റേ ജീവിയെ ആക്രമിക്കുന്നില്ല എന്നത് വന്യജീവികളുടെ പൊതുവായ ഒരു പ്രകൃതമാണ് എന്ന് പറയാറുണ്ട്. ഒരു സിംഹത്തിന് മുമ്പിലേക്ക് വയറ് നിറഞ്ഞ് കിടന്നുറങ്ങുന്ന സിംഹത്തിന് മുമ്പിൽ ഒരു മുയൽ വന്നുപെട്ടാൽ ഒരിക്കലും അത് ആക്രമിക്കില്ലത്രേ. കാരണം ഈ സമയത്ത് അതിന്റെ ആവശ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം മനുഷ്യനോ എത്ര കിട്ടിയാലും ആർത്തി തീരാതെ വീണ്ടും വീണ്ടും അത് പിന്നെ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടും എന്ന ആശയം വെട്ടിപ്പിടിക്കുവാനും മറ്റുള്ളവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കി മാറ്റുവാനുമുള്ള വ്യഗ്രതയിലാണ് നമുക്ക് കാണാം. ഇതേപോലെ സ്വന്തം വർഗത്തോട്, സ്വന്തം വംശത്തോട് ഇത്രമാത്രം ശത്രുതയും പകയും കൊണ്ട് നടക്കുന്ന ഒരു ജീവി മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിയെ നമുക്ക് കാണാൻ കഴിയില്ല. കൊടിപ്പകകൾ തലമുറകളായിട്ട് പക കൊണ്ടു നടന്ന ഏതെങ്കിലും ഒരു തലമുറ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ സായുജ്യം കണ്ടെത്തുന്ന പ്രകൃതവും മനുഷ്യനിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാട്ടിലെ രാജാവായ സിംഹം ഒരിക്കലും സൈനിക സജ്ജീകരണം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ അത്തരം ജീവികൾ ആരും ആരുടെയും അവകാശങ്ങൾ ഹനിക്കുന്നില്ല. ഒരു തവളയും മറ്റൊരു തവളയുടെ വായ മൂടിക്കെട്ടുന്നില്ല. എല്ലാവരും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. എന്തായിരിക്കും നമ്മിൽ ഇത്രമാത്രം പകയും ആർത്തിയും നിറച്ചു വെച്ചത്? തീർച്ചയായും അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, വിവേചന ബോധം അധികാരവും നൽകിയിട്ടുണ്ട്. അതിന്റെ ദുരുപയോഗമാണ് ഇത്തരത്തിലുള്ള അനീതികൾ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകത്ത് തുറന്നു വരുന്നതിന്റെ അടിസ്ഥാന കാരണം നമുക്ക് കാണാം. ലോകത്ത് 1ഉം 2ഉം ക്രൂര യുദ്ധങ്ങൾ നടക്കുകയുണ്ടായി. ഒരുപക്ഷെ നാം അതിനെ മഹാ എന്ന് ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. ഏതാണ്ട് 1 കോടിയോളം മനുഷ്യരാണ് അതിൽ കശാപ്പ് ചെയ്യപ്പെട്ടത്. ഒരുപക്ഷെ ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്നേ വരെ മറ്റു ജീവജാലങ്ങൾ പരസ്പരം തമ്മിലടിച്ച് എത്ര ജന്തുക്കൾ വധിക്കപ്പെട്ടിട്ടുണ്ടാവും? അതിലും എത്രയോ എണ്ണമായിരിക്കാം മനുഷ്യൻ ഈ 2 യുദ്ധങ്ങളിലൂടെ വകവരുത്തിയത് എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചില പ്രകൃതമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ മലക്കുകളുമായിട്ട് മനുഷ്യനെ ഭൂമിയിലോട്ട് അയക്കുന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട്. മലക്കുകൾ പ്രകടിപ്പിച്ച അഭിപ്രായം നമ്മുടെ മനസ്സിലുണ്ട്. എന്തിനാണ് പടച്ചോനെ ഭൂമിയിൽ രക്തം ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യനെ അങ്ങോട്ട് അയക്കുന്നത് എന്നായിരുന്നു. അല്ലാഹു തആല മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യവും വിവേചന ബോധവും മനുഷ്യൻ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. മനുഷ്യനിലെ ഈ പ്രകൃതം, ഈ തെറ്റായ നിഷേധാത്മകമായ മനസ്സ് വല്ലാതെ വളരാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നീതി നടപ്പിലാക്കാൻ ആവശ്യമായ നിയമങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നിയമവിധികൾ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ മനുഷ്യാവകാശം, മൗലികാവകാശങ്ങൾ തുടങ്ങിയ പദം ആധുനിക യുഗത്തിൽ ഒരുപക്ഷെ പാശ്ചാത്യം രൂപപ്പെടുത്തിയതാണ് എന്ന് മുസ്ലിങ്ങൾ പോലും തെറ്റിദ്ധരിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ആധുനിക ലോകം രൂപപ്പെടുത്തിയതാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചാറുണ്ട്. 12ാം നൂറ്റാണ്ടിൽ കിങ് ജോൺ എന്ന ആൾ ഇംഗ്ലണ്ടിൽ ഒരു മഗ്നാ കാർട്ട അവതരിപ്പിക്കുകയുണ്ടായി. അത് തികച്ചും പ്രഭുക്കന്മാരുടെ താല്പര്യ സംരക്ഷണാർത്ഥം അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു. പക്ഷെ അതാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ അസ്ഥിവാരമായിട്ട് ലോകം തെറ്റിദ്ധരിച്ചു പോയത്. പിന്നീട് ഏതാണ്ട് കഴിഞ്ഞ 3 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്താണ് ആധുനിക ലോകം
മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. എന്നാൽ തീർച്ചയായും മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ആദ്യമേ പറയേണ്ടത്, പറയാൻ അധികാരവും അർഹതയുമുള്ളത് ആർക്കാണ്? മനുഷ്യനെ പടച്ച തമ്പുരാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഖുർആനിലൂടെ മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇ, തന്റെ വിടവാങ്ങൽ ഹജ്ജ് വേളയിൽ വളരെ കൃത്യമായിട്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. നാം അഭിമാനപൂർവ്വം അത് വായിക്കാറുണ്ട്, പൊതുവെ പറയാറുമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം എന്ന്. പക്ഷെ എന്നാലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാറുള്ളത്? അങ്ങനെ വല്ല പ്രവർത്തനവും വല്ല നീക്കവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഭൗതികന്മാരാണ് മനുഷ്യാവകാശ പ്രവർത്തകർ, ഭൗതികന്മാരുടേതാണ് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, അവരാണ് ഇത്തരമൊരു കാഴ്ചപ്പാട് തന്നെ ആവിഷ്കരിച്ചത് എന്നിടത്ത് നാം പോലും എത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ മഹത്തായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയില്ലേ? ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ. നിങ്ങളുടെ രക്തം അഥവാ നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, ഇവയൊക്കെയും ഈ ഹജ്ജ് നടക്കുന്ന പവിത്രമായ ഈ ദിനം എത്രമാത്രം പവിത്രമാണോ അതേപോലെ പവിത്രമാണ്. അടിസ്ഥാനപരമായി 3 വിഷയങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന് ജീവനാണ്, മറ്റൊന്ന് അഭിമാനമാണ്, ഇനിയും ഒന്ന് മനുഷ്യന്റെ സമ്പാദ്യമാണ്. ഈ 3 ഏറെ പവിത്രമാണ്. ആ അർത്ഥത്തിൽ നിങ്ങളത് ഉൾക്കൊള്ളണം, പരസ്പരം പെരുമാറ്റങ്ങളിൽ അത് പാലിക്കണം, ലോകത്തിന് മുമ്പിൽ നിങ്ങളത് പ്രഖ്യാപിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. മനുഷ്യ സമത്വം അതിന്റെ അടിത്തറയാണ്. സൂറ അൽ-ഹുജറാത്തിൽ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചോണം. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അത്രേ നാം നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, വ്യത്യസ്ത ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെ ആക്കിയത്. അതിന്റെ പിന്നിലെ ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിയപ്പെടുക എന്നത് മാത്രമാണ്. നിങ്ങൾക്കൊരു മേൽവിലാസം വേണം, എങ്കിലേ പോസ്റ്റ്മാന് കത്ത് വീട്ടിലെത്തിക്കാൻ കഴിയും. ആ നിലക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് മേൽവിലാസങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടത്. അല്ലാതെ അന്ധമായ തറവാടിത്തത്തിന്, കുടുംബ മഹിമയ്ക്ക്, വംശപരമായ കാര്യങ്ങൾക്കൊന്നും അല്ലാഹുവിന്റെ ദീനിൽ യാതൊരു പ്രസക്തിയുമില്ല. എന്നിട്ട് അടിമരായിട്ട് പറഞ്ഞു, ഇന്ന അക്രമക്കും എന്തുവാഹി അക്രമക്കും, നിങ്ങളിൽ അല്ലാഹുവിങ്കിൽ ഏറെ ആദരണീയർ തഖ്വയുള്ളവർ മാത്രമാണ് എന്ന് പടച്ച തമ്പുരാൻ അവിടെ ചേർത്ത് പറയുന്നുണ്ട്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, പടച്ച തമ്പുരാന് നിങ്ങളുടെ മനോഗതങ്ങൾ വളരെ നന്നായിട്ട് അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ മനസ്സിൽ കൊണ്ട് നടക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. മനുഷ്യ സമത്വമാണ് അതിന്റെ അടിത്തറയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. പക്ഷെ എന്നിട്ടും ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമുദായത്തിൽ പല തരത്തിലുള്ള വിവേചനങ്ങൾ സംഭവിക്കുന്നില്ലേ? മദ്ഹബിന്റെ പേരിൽ, സുന്നി ഷിയ എന്ന പേരിൽ, അതിനുമപ്പുറത്ത് ഒരുപക്ഷെ ജോലിയുടെ പേരിൽ പോലും പുറത്തു പറയാൻ പറ്റാത്തത്രയും വിവേചനം നമ്മുടെ സമുദായത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നില്ലേ? ചിലർക്ക് ചിലരുമായി വിവാഹബന്ധം സാധ്യമല്ല എന്ന അർത്ഥത്തിൽ, മറ്റൊരു വർഗമാണ് എന്ന തലത്തിൽ പോലും ജോലിയുടെ പേരിൽ ആളുകളെ വേർതിരിക്കുന്ന പ്രവണത നമ്മുടെ സമുദായത്തിലുണ്ട്. മുടിവെട്ടുന്നവൻ, അതല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവർ എങ്ങനെയാണ് 2ാം തരക്കാരായ അല്ലാഹുവിന്റെ ദീനിൽ? അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ചിലത് നാം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി മാറണം. ഇവിടെയാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ അടിത്തറയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി കാണിച്ചു തന്ന ഈ സമത്വബോധം എന്നത് വളരെ പ്രധാനമാണ്. മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് എത്തിച്ചേരുമ്പോൾ
അവരെ അവിടെ സ്വീകരിക്കാൻ അൻസാറുകൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർക്കിടയിൽ സാമ്പത്തികമായ കുടുംബപരമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും അതിനെ അവർ പക്ഷപാതമായിട്ട് അല്ലെങ്കിൽ വിവേചനമായിട്ട് കണ്ടില്ല എന്നുള്ളതാണ്. അതൊരിക്കലും ഉച്ചനീചത്വത്തിന്റെ ഭാഗമായില്ല, മറിച്ച് അവർ കെട്ടിപ്പുണർന്നു, പരസ്പരം പങ്കുവച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന വാക്യത്തിൽ അവർക്ക് എല്ലാവർക്കും ഒന്നിക്കുവാൻ കഴിഞ്ഞു എന്ന് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമുക്ത അടിമയായ സയ്യിദ് റളിയല്ലാഹു അൻഹുവെ തന്റെ വളർത്തുപുത്രനായിട്ട് സ്വീകരിച്ചില്ലേ? എത്രയാണ് സ്നേഹിച്ചത്! സയ്യിദുൽ ഹബ്ബ്, പൊന്നാര സയ്യിദ് എന്ന് ആളുകൾ വിളിക്കും വിധത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനെ വല്ലാതെ സ്നേഹിച്ചു. ഇങ്ങനെ വേറിട്ട ഒട്ടേറെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് അടുക്കാൻ കഴിയാത്ത പോലെ ഈ അസമത്വം എന്ന് അവസാനിക്കുന്നതോ അന്നാണ് അല്ലാഹുവിന്റെ ദീൻ ലോകം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലും വർണ്ണ ഭാഷ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്, പലതരത്തിലുള്ള ജാതി വ്യത്യാസങ്ങൾ പറയും. പക്ഷെ ഇസ്ലാമിക സമൂഹവും ആ വിഷയത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതില്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിവാദം കേന്ദ്രമന്ത്രി ഈ സമുദായത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണ് ഹറാം പറഞ്ഞ സമുദായം എന്നൊരു വിളിക്കുകയാണ്. ഹറാം പറഞ്ഞ സമുദായം ഇപ്പോഴും പാർലമെന്റിൽ കോലാഹലം കേട്ടെടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വലിയ അഭിമാന ബോധം നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത്, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്, സ്ത്രീകൾ പരസ്പരം പരിഹസിക്കരുത്. കാരണം പരിഹസിക്കുന്നവനേക്കാൾ പരിഹസിക്കപ്പെടുന്നവൻ കൂടുതൽ ഉത്തമനായിരിക്കാം എന്ന് പറയുന്നു. പക്ഷെ എന്നിട്ടും നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ പോലും ആ തലത്തിലേക്ക് ഉയരുന്നില്ലെന്ന് നാം കാണുകയാണ്. നിങ്ങൾ പരസ്പരം ആക്ഷേപിക്കരുത്, നിങ്ങൾ ഇരട്ടപ്പേരുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യരുത് എന്ന് പഠിച്ച തമ്പുരാൻ അഭിമാന സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പഠിപ്പിക്കാൻ മൗലികാവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ അഭിമാനം. അഭിമാന സംരക്ഷണാർത്ഥം ഒരാൾ മറ്റൊരാളുമായിട്ട് പോരാടിയിട്ട് അത് മരിച്ചു പോയാൽ അയാൾ ഷഹീദാണ്, അല്ലാഹുവിൽ ഏറെ ആദരിക്കപ്പെടുന്നവനാണ്. കാരണം സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ തന്റെ ജീവൻ ത്യജിച്ചത് എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ പരിഗണിക്കുന്നു. ജീവനെ, അഭിമാനത്തെ, അതേപോലെ തന്നെ സമ്പത്തിനെ ഒക്കെയും അല്ലാഹുവിന്റെ ദീൻ ഏറെ മാനിക്കുന്നുണ്ട്. ജീവനെ കുറിച്ച് പറഞ്ഞല്ലോ, ആദ്യ കൊലപാതകം ലോകത്ത് നടന്നത് ആദമിന്റെ പുത്രൻ ഹാബീലിനെ വധിച്ച സംഭവമാണ്. അത് പരാമർശിച്ചുകൊണ്ട് സൂറ അൽ മാഇദയിൽ പടച്ച തമ്പുരാൻ അതുല്യമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം, ജീവന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തി. ആരെങ്കിലും ഒരു ജീവൻ ഹനിച്ചാൽ ഒരാളെ കൊലപ്പെടുത്തിയതിന് പകരമായിട്ടല്ലാതെ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനും പകരമായിട്ടല്ലാതെ നിരപരാധിയായ ഒരാളെ വധിച്ചാൽ അയാൾ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ്. വല്ലാത്തൊരു പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യനെ ഒരാൾ വധിച്ചാൽ അയാൾ ലോകത്തെ മുഴുവൻ 700 കോടി മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ്. ഇതിനുമപ്പുറം ഇങ്ങനെ പറയാൻ കഴിയുക? ഒരാൾക്ക് ജീവിക്കാൻ അവസരം കൊടുത്താൽ അയാൾ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്രത്തോളം വ്യാഖ്യാനിച്ചു ചോദിച്ചാൽ, ദാഹിക്കുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് മുഖേന അയാൾക്ക് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞാൽ അയാൾ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതിന് തുല്യമാണ് എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യാഖ്യാനിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുവിന്റെ ദീൻ എന്നും
അടിമത്തത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തതിനാൽ നമുക്കറിയാം. അടിമത്തം അന്ന് അവരുടെ സാമ്പത്തിക ക്രമത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു ഘടകമായിരുന്നു, മുഖ്യ ഘടകമായിരുന്നു. അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. അടിമത്തം ഇല്ലാതെയാക്കാൻ വേണ്ടി നിരന്തരമായ പ്രേരണകൾ, അതേപോലെ അടിമത്തം പല കുറ്റകൃത്യങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തമാക്കിയിട്ട് നിശ്ചയിച്ചു. അടിമകളെ മോചിപ്പിക്കൽ മഹത്തായ പുണ്യകർമ്മമായിട്ട് പഠിപ്പിച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലുള്ള ഉദാഹരണന്മാർ ആയിരക്കണക്കിന് അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് മഹത്തായ പുണ്യം നേടിയതായിട്ട് നമുക്ക് കാണാം. അതേപോലെ ആളുകളെ അടിമകളാക്കുന്നതിന് പകരം യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറിയിട്ട് പരമാവധി ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ശ്രമിച്ചു എന്നതും ചരിത്രമാണ്. പക്ഷെ ഇന്നും അടിമത്തം ഏതോ ഒരു തലത്തിൽ ലോകത്ത് നിലനിൽക്കുന്നില്ല. ആലോചിച്ച് നോക്കും, ഇന്നും നിലനിൽക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വിചാരണ തടവുകാർ ജയിലറുകളിൽ കഴിയുന്നത് നമ്മുടെ രാജ്യത്താണ്. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ. എത്രയോ മനുഷ്യർ, ചില പ്രമുഖരായ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ സാധാരണക്കാരായ തങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാതെ തടവറകളിൽ കഴിച്ചു കൂട്ടുന്ന എത്രയോ ജന്മങ്ങളുണ്ട്. തീർച്ചയായും മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള മനുഷ്യരൊക്കെയും വിമോചിതരാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരാൾ മർദ്ദിക്കപ്പെട്ടപ്പോൾ മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ മഹത്തരമായ ഒരു വചനമുണ്ട്. മതസ്തഅബത്തുന്നാസ്, എപ്പോഴാണ് നിങ്ങൾ ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത്? വഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാറ, അവരുടെ ഉമ്മമാർ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത് എന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്. തീർച്ചയായും ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കേണ്ട വളരെ മഹത്തായ ഒരു ദൗത്യമാണ് ഇത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എന്നത് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടുത്തിയിട്ട് ദീനിന്റെ മഹത്വവും ദീൻ മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യബോധവും മനുഷ്യാവകാശവും ജനങ്ങൾക്ക് പരിചയപ്പെടുവാൻ, തിരിച്ചറിയാൻ വേണ്ടി ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇത്തരം വിഷയങ്ങൾ നാം പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അമറ റബ്ബി ബിൽ ഖിസ്ത്, അമറനി റബ്ബി ബിൽ ഖിസ്ത്, എന്റെ റബ്ബ് എന്നോട് നീതി കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. കുനൂ ഖവാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിയുടെ വാഹകരായിത്തീരുവിൻ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് നീതി നടപ്പിൽ വരുന്ന ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഭരണകൂടവും നീതിപീഠവും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് അവസാനിക്കുന്നത്. ഭരണകൂടവും നീതിപീഠവും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. കാരണം അധികാരമുള്ള ആളുകൾ നീതിപീഠത്തെ പോലും സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ വർത്തമാനകാല സാഹചര്യവും അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു എന്നാണ്. വിപ്ലവകരമായ തീരുമാനം. കാരണം എല്ലാത്തിനും മുകളിൽ നീതിപീഠം ഉയർന്നു നിൽക്കണം. ഭരണകൂടത്തെ പോലും ചോദ്യം ചെയ്യുവാനും ശിക്ഷിക്കുവാനും നടപടിയെടുക്കുവാനുമുള്ള ഉന്നതമായ അധികാരം നീതിപീഠത്തിൽ ഉണ്ടാവണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്ത് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തമ്മിൽ എന്തോ ഒരു അവകാശ തർക്കം ഉണ്ടായി. അങ്ങനെ രണ്ടുപേരും കൂടി സാബിത്ത് ഇബ്നു ഖൈസ് എന്ന സ്വഹാബി, അന്ന് അദ്ദേഹം ന്യായാധിപനാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ചെന്നു. അപ്പോൾ സാബിത്ത് ഇബ്നു ഖൈസ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇവിടെ ഇരിക്കൂ, അമീറുൽ മുഅ്മിനീൻ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ സ്വന്തം ഇരിപ്പിടത്തിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഇരുത്താൻ ശ്രമിച്ചു. ഉടനെ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം? ഇല്ല, എനിക്കും ഈ വാദിക്കും ഇടയിൽ വിവേചനം കൽപ്പിക്കുന്ന താങ്കളുടെ രീതിയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാണ്. ആലോചിച്ച് നോക്കൂ, ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത സമീപനമാണ്. ഭരണാധികാരിയെ കണ്ടപ്പോ ജഡ്ജിയുടെ മുട്ട് വിറച്ചു പോയി. അങ്ങനെയാണ് എഴുന്നേറ്റ് നിന്നിട്ട് അമീറുൽ മുഅ്മിനീൻ ഇരിക്കൂ എന്ന് പറഞ്ഞത്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്,
എനിക്കും ഇദ്ദേഹത്തിനും ഇടയിൽ അഥവാ വാദിക്കും പ്രതിക്കുമിടയിൽ വിവേചനം കൽപ്പിക്കുന്ന ഈ പീഠത്തോട് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല എന്ന് പറഞ്ഞിറങ്ങി പോവുകയാണ്. ഇതായിരുന്നു അല്ലാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അവകാശബോധം എന്നാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ സ്വകാര്യത, അതേപോലെ സഞ്ചാര സ്വാതന്ത്ര്യം, സ്വത്തവകാശം, കുടുംബജീവിതം, ഇങ്ങനെ വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം തുടങ്ങി എല്ലാ രംഗത്തും വളരെ കൃത്യമായ നിലപാട് അല്ലാഹുവിന്റെ ദീൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിശ്വാസ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, തന്റെ കാഴ്ചപ്പാട് മറ്റൊരാളുമായി പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മുടെ ഭരണഘടന നമുക്ക് വകവെച്ച് തന്നിട്ടുള്ള അവകാശങ്ങളാണ്. പക്ഷെ അവ നടപ്പിലാക്കപ്പെടുന്നതോ നാം വീണ്ടും ഒരു ഡിസംബർ 6 മുമ്പിൽ വന്നു നിൽക്കുകയാണ്. ബാബരി മസ്ജിദിന്റെ പതനം, ഇന്ത്യൻ മതേതരത്വത്തിന്റെ താഴെക്കുടങ്ങൾ തകർന്നു വീഴുകയായിരുന്നു എന്നെ നമ്മുടെ രാജ്യം എന്ന വിലയിരുത്തിയത് 22ാം വാർഷികമാണ് കടന്നു പോകുന്നത്. ഖുർആനിന്റെ വളരെ ഗൗരവതരമായ ചോദ്യം, അല്ലാഹുവിന്റെ പള്ളികൾ തടയുന്നവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? ആ ചോദ്യം ഇന്നും ഉത്തരവില്ലാതെ നിലനിൽക്കുകയാണ്. ഈ രാജ്യം ആ അർത്ഥത്തിന് അങ്ങേയറ്റം വിറങ്ങലിച്ചു പോയ ഒരു സംഭവമായിരുന്നു അത് നമുക്കറിയാം. രാജ്യത്ത് പള്ളികൾ ഇല്ലാതിരുന്നത് കൊണ്ടല്ല, ധാരാളം പള്ളികൾ അന്നും ഉണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാൾ എത്രയോ പള്ളികൾ വീണ്ടും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഒരു പള്ളിയോ ഒരു നമസ്കരിക്കാനുള്ള ഇടമോ എന്നതിനപ്പുറം ഈ മതേതര രാജ്യത്തെ പൗരന്മാരുടെ ആരാധനാ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവുമാണ് യഥാർത്ഥത്തിൽ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്നും അതിന് പരിഹാരമായിട്ടില്ല എന്ന് നമ്മൾ വേദനിപ്പിക്കുന്ന വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ട് മാറി നിൽക്കുന്നുണ്ട്. തീർച്ചയായും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നാം കൂടുതലായിട്ട് അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യം വിശേഷിച്ചും വല്ലാത്തൊരു ധ്രുവീകരണ പശ്ചാത്തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്തൊക്കെയാണ് മൗലികാവകാശങ്ങൾ, മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് ലോകത്തിന് സമർപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ ആദരവുകൾ, അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരെയും ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യാനോ ഉപദേശിക്കുകയാണ്. പരസ്പരമുള്ള അവകാശങ്ങളും ബാധ്യതകളും തിരിച്ചറിയുക എന്നത് സ്വന്തത്തോടുള്ള മഹത്തായ ബാധ്യതയായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അടിമകളെ ആദരിക്കുക എന്നത് അല്ലാഹുവിനുള്ള ആദരവായിട്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് ആ അവകാശങ്ങൾ തിരിച്ചു വാങ്ങുവാൻ, അടിച്ചമർത്തപ്പെട്ട സമൂഹത്തോടൊപ്പം നിൽക്കുവാനുള്ള മനസ്സ് തീർച്ചയായും ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഉണർത്താനുള്ളത്. കഴിഞ്ഞ ദിവസം നീതിപീഠത്തിലെ കുലപതിയായ ജസ്റ്റിസ് കൃഷ്ണയ്യർ അന്തരിച്ചു. നമുക്കറിയാം, പല ഘട്ടങ്ങളിലും നമ്മുടെ നാട്ടിൽ ഗുരുതരമായ വർഗീയ സംഘർഷങ്ങളും സാമുദായിക ധ്രുവീകരണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ മുംബൈ നടന്ന ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ മിമ്പറിൽ എന്തിന് ആ പേര് പറയുന്നു നമുക്ക് തോന്നാം. പ്രവാചക കാലത്ത് ഒരു അബൂ താലിബ് ഉണ്ടായിരുന്നു. പുറത്തു നിന്നുകൊണ്ട് എന്നാൽ ഇസ്ലാമിന്റെ
വേണ്ടി പ്രവാചകനെ ഏറെ സഹകരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അബൂതാലിബിന്റെ മരണ വർഷത്തെ പ്രവാചകൻ ആമുൽ ഹുസൻ എന്നാണ് വിശേഷിപ്പിച്ചത്, ദുഃഖവർഷം എന്നും. ആ ഒരു സംസ്കാരവും തീർച്ചയായും നമ്മിലേക്കും വരേണ്ടതുണ്ട്. മസ്ജിദ് ഈ നാടിനോടൊപ്പം അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള ദുഃഖത്തിൽ പങ്കാളികളാവുകയാണ്. മറ്റൊരു കാര്യം, ഹജ്ജ് അപേക്ഷയുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാസ്പോർട്ടിന് വേണ്ടിയുള്ള അപേക്ഷ നൽകുക എന്നത്. അവസാന ഘട്ടത്തിൽ പലപ്പോഴും തിരക്ക് പിടിച്ച് പാസ്പോർട്ടിന് അപേക്ഷിച്ച് അത് സമയനഷ്ടവും മനപ്രയാസവും ഒക്കെ സൃഷ്ടിക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹജ്ജ് കമ്മിറ്റി നമ്മെ അറിയിക്കുകയാണ്, അതുകൊണ്ട് തന്നെ പാസ്പോർട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. ഹജ്ജിന് നന്മയുടെ മാർഗത്തിലുള്ള നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും വിജയിപ്പിക്കുമാറാണ്. പഠിച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കാൻ നന്മയുടെ മാർഗത്തിൽ നിലകൊള്ളുവാൻ മനുഷ്യ ജീവന്റെ സൗഖ്യത്തിന്റെ അതിലുപരി അഭിമാനത്തിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. പഠിച്ചവനെ ബാബരി മസ്ജിദിന്റെ പതനം യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനം ചോദ്യം ചെയ്ത ഗുരുതരമായ ഒരു സംഭവമായിരുന്നു. നാഥ, ഈ നാട്ടിലെ ഭരണകൂടത്തിനും മതേതര വിശ്വാസികൾക്കുമെല്ലാം ആ വിഷയത്തിൽ നീതിപൂർവമായ ഒരു നിലപാടെടുക്കുവാനുള്ള വിവേകവും വിശാല മനസ്സും നൽകി അനുഗ്രഹിക്കാനുണ്ട്. പഠിച്ചവനെ നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾക്ക് നീ തുറന്നു തരണമെന്നുണ്ട്. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നാകാം. രോഗങ്ങളിൽ നിന്നും മനപ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും സാമൂഹികമായ അസമത്വങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങൾക്ക് നീ പരിഹാരം നൽകണമെന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മാഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമെന്നുണ്ട്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف